എന്നാ മോനെ? വീഴും വീഴും. നീ ഭയങ്കര ശാനമാണ് കേടാ. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കടാ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ് വ്ലോഗ്സ്. ഞാനപ്പോൾ ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കുറച്ച് ബേബി ഷൂട്ട്സ് എങ്ങനെ ചെയ്യാമെന്നുള്ള ടിപ്സ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. പക്ഷേ അവനെ കൊണ്ട് വഴങ്ങുന്നില്ല, ക്യാമറയുടെ പുറകെ പിടിച്ചേക്ക് വേണം. നമുക്ക് എന്തായാലും നോക്കാം, ഒരു 2-3 എണ്ണം കിട്ടിയാൽ മതി. പിന്നെ സൺ ഇച്ചിരി മുകളിലേക്കാണ്, ടൈം ഇച്ചിരി ഓവറാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബോറിംഗ് ലൊക്കേഷനിൽ, അതായത് ഒരു ടെറസാണ്, ഞങ്ങളുടെ വീടിൻ്റെ ടെറസാണ്. വലിയ പ്രോപ്സോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും ഇല്ല. പിന്നെ അത്യാവശ്യം നടക്കത്തേ ഉള്ളൂ. നമുക്ക് എന്തായാലും നോക്കാം. ഇതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഈ സൂര്യൻ്റെ ഈ സംഭവം വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഇടയ്ക്ക് ഒരു ഷെയ്ഡ് കിട്ടുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒന്നാമത്തെ ടിപ്പ് ഇതാണ്, നല്ല ബ്രൈറ്റ് സണ്ണിൽ എടുക്കാതിരിക്കുക. ഒരു ക്ലൗഡൊക്കെ വന്ന് മൂടുമ്പോൾ എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ മോനാണ്. കണ്ടിട്ടില്ലാത്ത കാരണം കണ്ടാണ് വഴി. ചില ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ നമുക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് ടിപ്സ്. ഇലയെടുത്ത് കുഞ്ഞെടുത്ത്, ഈ ഇലയെടുത്ത് കുഞ്ഞി ഇലയെടുത്ത്. അപ്പോൾ നോക്കട്ടെ. ഒരു സെക്കൻഡ് പോലും നിന്ന് വരുന്നില്ല കേട്ടോ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട്. ഓ ഓ നീ അവിടെ അനങ്ങിപ്പോവല്ലേ. അപ്പോൾ ചിക്കു ഇങ്ങോട്ട് നോക്കിയേ. ഓ ഓ ജുജു, ആ ഡോറിൻ്റെ അവിടെ ഒരു ഇല ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവനെ കൊണ്ട് അതടിപ്പിച്ച് ഒരു ഷോട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. കുഞ്ഞേ, ഇതിനടാ കിളിയാണോ മോനെ? ചിക്കുപൂ, ആ ഒരു നല്ല ഷോട്ട് കിട്ടി. ഓക്കെ, ഞാനപ്പോൾ ആ ഡോറൊക്കെ ഫ്രെയിമിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓ, അങ്ങനെ നമുക്ക് നല്ല 2 ഷോട്ടുകൾ കിട്ടി. 1.8 ഓപ്പണിങ്ങിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഞാനിപ്പം ലൈവ് വ്യൂവിൽ ചെയ്യുമ്പോൾ അത് അത്ര വിഷയമില്ല. നമുക്ക് നല്ല ഫേസ് ക്ലാരിറ്റി കിട്ടും. അതായത് 50mm ലെൻസുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിടിക്കല്ലേ, നിൽക്കടാ എടാ, ഇവിടെ നിൽക്കടാ. വീഴും കുഞ്ഞ് വീഴും. ഓ ചിക്കുബി. പിന്നെ നമുക്കൊരു ഷോട്ട് എടുക്കാൻ, മേളിൽ നിന്ന് നല്ലൊരു ഷോട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് കിട്ടിയാൽ. ചിക്കു തന്നെയാടാ യുരു, ഇങ്ങോട്ട് നോക്കി. ഇതെന്നാക്കിയാ നമുക്ക് ഒരു ഷോട്ടേ കിട്ടിയുള്ളൂ. ഒരെണ്ണം കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ചിക്കുബി നോക്കടാ ഇങ്ങോട്ട്. ചിക്കു കുക്കു, ഇതെന്നാടാ? ഓക്കെ, നമുക്കപ്പോഴങ്ങനെ നല്ല 2 ഷോട്ടുകൾ കിട്ടിയിരിക്കുന്നു. അവിടെ തന്നെ നമുക്ക് അവന് അടങ്ങിയിരിക്കുന്ന സമയം കൊണ്ട് ഒരു നല്ലൊരു ഷോട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. IS ഓട്ടോ IS കേട്ടോ, അറിയാതെ IS സെറ്റ് ചെയ്യാം. IS 100 നല്ലൊരു ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. വീഴല്. ഇതാ കുഞ്ഞിങ്ങി വാ. ഓ കുഞ്ഞിവിടെ ഒന്ന് തന്നെ. അപ്പോൾ നല്ല ഫോട്ടോ എടുക്കട്ടെ. കുഞ്ഞിൻ്റെ നല്ലൊരു ഫോട്ടോ എടുക്കട്ടെ. എവിടെ പിടിച്ചു തന്നു. അപ്പോൾ ഒരു സൂത്രം തരാം കുഞ്ഞിന്. ഓക്കെ, ഞാനപ്പോൾ അവനെ നമ്മുടെ ചെറിയൊരു ഇതുണ്ട് ഭിത്തിയുടെ സൈഡിൽ. എടാ, അവൻ അങ്ങോട്ട് ഓടി. ഇങ്ങനെയൊരു ഫ്രെയിമിങ്, നമുക്കൊരു ഭിത്തി ചേർത്തൊരു ഫ്രെയിമിങ് കിട്ടിയാലും നല്ലതായിരിക്കും.
എന്നിട്ട് ട്രൈ ചെയ്യുകയാണ്. പിള്ളേരുടെ ഇച്ചിരി പാടാണ് കേട്ടോ. ഏകദേശം നമ്മുടെ മകനിപ്പോൾ 1 വയസ്സാണ്. ഓ, നീ അവിടെ നിൽക്കൂ ഒരു 2 മിനിറ്റ്. അപ്പോൾ ഒരു ഫോട്ടോ എടുത്തോട്ടെ. നീ അവിടെ നിന്നേ. ഇപ്പം നമുക്കൊരു ഓവർകാസ്റ്റ് സിറ്റുവേഷനാണ് വന്നേക്കുന്നത്. അതായത് ഒരു മേഘം വന്നിട്ട് ഫുള്ള് കവർ ചെയ്തേക്കുവാണ് സണ്ണിനെ. കുഞ്ഞു ഷിക്കുബു, ഞാനിപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മുകളിലേക്ക് ഒരു ഷോട്ട് എടുക്കാൻ നോക്കാമല്ലോ. നമുക്കൊരു വെറൈറ്റി ആംഗിൾ ആയിക്കോട്ടെ. ഇങ്ങനെയൊരു ഷോട്ട് എടുത്താൽ നമുക്ക് സ്കൈ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പം നമ്മൾ സണ്ണിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്തായാലും എക്സ്പോഷർ കറക്റ്റ് ആകും. ഞാൻ എക്സ്പോഷർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 250. കുഞ്ഞേ ഇതെടുക്കല്ലേ ചീച്ചി, എടുക്കല്ലേ മോനെ, ഇതെടുക്കല്ലേ ചീച്ചി. ഓക്കെ, സൺ നമ്മുടെ പുറകിലാണ്. അതുകൊണ്ടാണ് ഞാനിപ്പം എക്സ്പോഷർ ഒന്ന് ഓവർ എക്സ്പോസ്ഡാണ് ആക്ച്വലി, ചെറിയ തോതിൽ. അവൻ പിന്നെ മുമ്പോട്ട് വരും, ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തില്ല. അത് ഇച്ചിരി ബാക്ക്ഗ്രൗണ്ട് ഓവർ എക്സ്പോസ്ഡാണ്. പക്ഷേ ഞാനത് സ്കൈ കൊണ്ട് റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മേളിലോട്ട് നോക്കിയിരിക്കുകയാണ്. എന്നാ മോനെ കിളി പോകുന്നുണ്ട് അതിലെ കൂടെ. പുറകിലുള്ള ഒരു റെയിലിംഗ് നമുക്ക് പറ്റിയാൽ റിമൂവ് ചെയ്യണം, അതാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഫ്ലോറിൻ്റെ ഒക്കെ ഫോർഗ്രൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടിയാൽ ഫോട്ടോ കുറച്ചും കൂടെ ബെറ്റർ ആവും. ഞാനിപ്പോൾ സബ്ജക്റ്റിനെ റൈറ്റ് സൈഡിലായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നല്ല ടോയ്സ് ഉണ്ടെങ്കിൽ കൊടുക്കാം. അതുപോലെ ഡ്രസ് ചോയ്സും കുറച്ചും കൂടെ ബെറ്റർ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാനിപ്പോൾ എന്തായാലും മോർണിംഗിലായ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല അവൻ്റെ. ഓക്കെ, പുള്ളി മേളിൽ തന്നെ നോക്കിയിരിക്കും. അതുപോലെ ഞാൻ സ്ഥിരം ചെയ്യുന്ന പോലെ റോയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. വേറൊരു ആംഗിൾ പിടിക്കാൻ പറ്റുമോ നോക്കാം, അങ്ങനെ അടങ്ങിയിരിക്കുന്ന സമയം കൊണ്ട്. ഇച്ചിരി വൈഡൊരു ഷോട്ടാണ്. നമുക്കിതിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ചിക്കി, വൈഡ് ഷോട്ട് നമ്മുടെ ഔട്ട് ഓഫ് ഫോക്കസാണ്. അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. അവൻ അടങ്ങിയിരിക്കുന്ന പരിപാടി നടത്തി. ചിലപ്പോൾ ഇതുപോലെ f2.8 എടുക്കുമ്പോഴേ നമുക്ക് ഫോക്കസ് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ 1.8 നിന്ന് ചെറുതായിട്ടൊന്ന് കയറി 2.2 കയറി നമുക്ക് ഫോക്കസ് ഒന്ന് കിട്ടാനായിട്ട്. അവൻ പിന്നെ എഴുന്നേറ്റ് വരുവാണ്, സമ്മതിക്കത്തില്ല അവൻ. എടാ നീ പിന്നെ മാറ്റെടുക്കാൻ പോവാം. ഒന്നും കൂടെ ട്രൈ ചെയ്യാം. അവൻ സമ്മതിക്കുന്നില്ല. ഫോക്കസ് നമുക്ക് കിട്ടുന്നില്ല മൂവ് ചെയ്യുന്നുണ്ട്. ഇതോ ഒരു 2 മിനിറ്റ് നടങ്ങിയിരിക്കൂ. ഒരു 2 മിനിറ്റ്, ഒരു 2 സെക്കൻഡ്. നീങ്ങി വന്നേ. ഓടി ഇങ്ങ് വരുന്നതിന് മുമ്പ് നമുക്ക് ഷോട്ട് എടുക്കണം. ഒരു ഷോട്ട് കിട്ടി, അങ്ങനെ ആവും ദൈവത്തിനറിയാം. അത് പിന്നെയും പോസ് ചെയ്യുന്നുണ്ട്. പിള്ളേരുടെ ഫോട്ടോ എടുപ്പ് ഇതാണ്, ഓടിക്കിടന്നുള്ള പരിപാടിയാണ്. കാറ്റാണോ മോനെ? ചിക്കു 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 അപ്പോൾ നമുക്ക് നിർത്താം അല്ലേ മോനെ? വാ. ഓക്കെ ഫ്രണ്ട്സ്, ഞാനെന്തായാലും പരിപാടി നിർത്തുകയാണ്. മഴ വരുന്നു, തണുപ്പ് ചെറുതായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇച്ചിരി എൻ്റർടൈനിങ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കുറച്ച് ബേബി ഫോട്ടോഗ്രാഫി ടിപ്സൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ 10 നടക്കാറൊക്കെ ആയല്ലോ.
ഓക്കെ ബൈ.